ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമ്മളെ വാർണിങ്സും കാര്യങ്ങളുമാണ്. ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തവർക്ക് ട്രേഡിംഗ് ഒരിക്കലും നഷ്ടമുണ്ടായിരിക്കില്ല. ഓക്കെ, അല്ലാത്തവർ മാത്രമാണ് ട്രേഡിങ്ങിന് വന്ന് നഷ്ടപ്പെടുന്നത്. അത് ശ്രദ്ധിക്കുക. വാർണിങ്സൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ട്രാറ്റജീനെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വീഡിയോസൊക്കെ ഞാൻ പണ്ടിട്ടുണ്ടായിരുന്നു. ചില വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ട വന്ന് കോപ്പിറൈറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കോപ്പിറൈറ്റായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നായിരുന്നു. എങ്കിലും നമുക്ക് ആ 5 സെക്കൻഡിൻ്റെ സ്ട്രാറ്റജി ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് 5 സെക്കൻഡ്. നമ്മൾ സാധാരണ ഡിഫാൾട്ട് ടൈമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി 5 സെക്കൻഡ് ആയതുകൊണ്ട് ടൈമർ ഓൺ ചെയ്ത് നമ്മൾ 5 സെക്കൻഡ് എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ഇൻഡിക്കേറ്റർ നമ്മൾ എടുക്കുന്നു. അതാണ് എന്താണ് ഇൻഡിക്കേറ്റർ? കെൻഡർ ചാനൽ. ഓക്കെ, ഈ ചാനലിൽ നമ്മൾ ഇവിടെ ഒരു 11 എന്നാണ് കൊടുക്കുക. 11, 10, 1. വേറെ ഒരു വ്യത്യാസമില്ല. 11, 10, 1. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. സെൻട്രൽ ലൈനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സെൻറ്റർ പോകുന്ന ഈ ലൈനിലെ ഇത് നമുക്ക് വേണ്ട. ഈ ഏറ്റവും മേലത്തെയും ഏറ്റവും താഴത്തെയും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഒന്ന് തിക്കാക്കാം. ഓക്കെ, ഇങ്ങനെ തിക്കാക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെയിൽ നിന്ന് ഈ ഒരു ലൈനിൽ വന്ന്, ഇപ്പോൾ മാർക്കറ്റ് താഴെ നിന്ന് അടിയിൽ നിന്ന് മേലെ വന്നിട്ട് ഈ ലൈനിൽ തട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഡൗണിലേക്ക് ട്രേഡ് എടുക്കണം 5 സെക്കൻഡ്. ഇനി മുകളിൽ നിന്ന് താഴെ വന്ന് ഈ ലൈനിൽ തട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്തേക്കണം 5 സെക്കൻഡിലേക്ക്. 5 സെക്കൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റൂ. കഴിയുന്നതല്ല 100% നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ട്രേഡ് എടുത്ത് നോക്കാം. റെക്റ്റാങ്കിൾ കുറേ ഉണ്ട്. നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. റെക്റ്റാങ്കിളൊക്കെ ഉണ്ട്. നമുക്കൊരു ട്രേഡ് എടുത്ത് നോക്കാം. ഇവിടുന്ന് മുതൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ വരണം. ഈ 3 ലൈനിൻ്റെ ഉള്ളിൽ, ഈ 3 EMIൻ്റെ ഉള്ളിൽ വരണം. എങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്ന കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ മിസ്സായിപ്പോയി. ഓക്കെ, ഇതവിടെ തട്ടിയിട്ടുണ്ട്. നമ്മൾ ഡൗണിലേക്ക് തട്ടിയത് സമയം കഴിഞ്ഞു പോയി. നോ പ്രോബ്ലം. നമ്മൾ അടുത്ത് വരുന്നു. ഇത് തട്ടി നമ്മൾ MTG എടുക്കുന്നു. ഓക്കെ, നമ്മളതിൽ വിന്നായി. ഇത് നമ്മൾ കഴിഞ്ഞു പോയി. ഇതവർ ക്രോസ് ചെയ്ത് പോയി. ഇതിവിടെ നിന്ന് ടൈം കഴിഞ്ഞു പോയി. ഇനി നോക്കുക, ഇതന്നെ നമ്മുടെ പരിപാടി. ഈ സെൻട്രൽ ലൈൻ നമ്മൾ നോക്കണ്ട, അതിൻ്റെ പരിപാടി നമുക്കില്ല. നോക്കുക, ഇവിടെ വന്നു. നോക്ക്, തട്ടി മേലോട്ട് വന്നു. നമ്മൾ അപ്പിലേക്ക് 2 ട്രേഡ് എടുത്തു. അത് 100% വിന്നാവും. കണ്ടോ, അപ്പിലേക്ക് എടുത്തു, ഡൗണ്. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരിക്കലും തിരക്ക് പിടിച്ച് ചെയ്യരുത്. പതുക്കെ ചെയ്താൽ മതി. കാരണം ഇതാ ഡൗണിലേക്ക് അവിടെ തട്ടിയതുകൊണ്ടാണ് നമ്മൾ ഡൗണിലേക്ക് എടുത്തത്. കണ്ടോ, ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇത്. പക്ഷേ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഇതിൽ പഠിക്കാനുള്ളത്, പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ താഴത്തെ 2 ലൈനാണ് നമുക്ക് ആവശ്യമുള്ളത്. ശ്രദ്ധിച്ചേക്കുക, ഈ താഴത്തെ 2 ലൈനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഈ മേലത്തെ ലൈൻ എങ്ങനെയാണ്? മാർക്കറ്റ് ക്യാൻഡിൽ വന്ന് അവിടെ തട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ക്യാൻഡിൽ എങ്ങനെയായിരിക്കും? വന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ താഴോട്ടൊരു എൻട്രി എടുത്തോളാം ഡൗണിലേക്ക്. ഇവിടെ ഈ താഴത്തെ അടിയത്തെ ലൈനിൽ EMIയിൽ ക്യാൻഡിൽ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മുകളിലേക്ക് എടുത്തോളാം. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പേഴ്സണൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയാണ്. പേഴ്സണലായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കുന്നതല്ല, കൂടുതൽ
ഇതാണ് ഉപയോഗിക്കുന്നത്. ലോസ് റിക്കവർ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പവും ഏറ്റവും സുഖമുള്ള സംഗതിയും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു മറ്റേ ഇൻഡിക്കേറ്ററിൽ പോവുക. ഇൻഡിക്കേറ്ററിൽ പോയിട്ട് നമ്മൾ കെൽട്ട്നർ ചാനൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചാനലായിട്ട് അതെടുക്കുക. ഇവിടെ 11 കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈനൊക്കെ ഒന്ന് കട്ടി വേണമെങ്കിൽ മിഡിൽ വേണ്ട, മിഡിൽ നമ്മൾ വന്നില്ല, ബോട്ടം കട്ടിൽ വേണമെങ്കിൽ കട്ടി കൂട്ടാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. മാർക്കറ്റ് ഇവിടെ തട്ടുമ്പോൾ നമ്മൾ താഴോട്ട് എടുക്കും, മാർക്കറ്റ് ഇവിടെ തട്ടുമ്പോൾ മുകളിലേക്ക് എടുക്കും. 5 സെക്കൻഡ് 5 സെക്കൻഡ് ഇവിടെ വരിക. ടൈമർ ഡിഫാൾട്ട് ടൈം അല്ല, ഒന്നും കൂടെ സ്വിച്ച് ചെയ്യുക. ടൈമർ 5 സെക്കൻഡ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് ഇവിടെ ലോസായി. ആ പെയറിൽ തന്നെ പിന്നെ എടുക്കാൻ പോകരുത്. ആ പെയറിൽ തന്നെ പിന്നെ എടുക്കാൻ പോകരുത്. അത് റിവഞ്ച് ആയിരിക്കും, റിവഞ്ച് ട്രേഡിംഗ് ആണ്. അത് എടുക്കരുത്. അടുത്ത പെയറിൽ പോയി, ഇഷ്ടംപോലെ പെയറുകളിൽ നമുക്ക് അടുത്ത പെയറിൽ പോവുക. അടുത്ത പെയറിൽ പോയിട്ട് നമ്മുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് നോക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഈ ഒരു ഇത് നമ്മൾ മറ്റേ പാറ്റേൺ പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കിട്ടും. പക്ഷേ പ്രാക്ടീസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് പൈസയിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഇതല്ല, നമുക്കിത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ വേറെ അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും പറഞ്ഞുതരാം. ഈ ഇൻഡിക്കേറ്റർ ഒന്ന് ഇതാക്കി ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ റെക്റ്റാങ്കിൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഈ ഇൻഡിക്കേറ്റർ ഞാനൊന്ന് ക്ലോസ് ചെയ്യണേ. ഈ റെക്റ്റാങ്കിൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം എവിടെയാണോ വിക്ക് കൂടുതൽ വന്നേക്കുന്നത് അവിടെ നമ്മൾ ഒരു വര വരയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു വിക്ക് വന്നിട്ട് അതുമില്ല, നമുക്ക് വലിയ വിക്ക് വേണം. വലിയ വിക്ക് വരുമ്പോൾ അതവിടെ ഇപ്പോൾ 10ൻ്റെ ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇതൊരു വലിയ വിക്കല്ലേ, അതിൻ്റെ അടിയിൽ കൊണ്ടിട്ട് നമ്മൾ ഒരു വര വെച്ചു. മനസ്സിലായി? ഇനി ആ ഇതിൽ എവിടെയെങ്കിലും തട്ടുന്ന ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ അപ്പം നമ്മൾ എടുത്ത് വയ്ക്കുക അപ്പിലേക്ക്. അപ്പോൾ അപ്പിലേക്ക് എടുത്തുക. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, കൂടുതൽ സമയം നമ്മൾ ചെയ്യരുത്. ഇനി അതേ ഇത് തന്നെ ഈ വിക്കിൽ വെക്കുന്നു. ഈ വിക്കിൽ വെക്കുന്നു. ഇതിൽ തട്ടുമ്പോൾ ഉണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് തട്ടിയേക്കണം. തട്ടുമ്പോൾ നമ്മൾ അപ്പിലേക്ക് എടുക്കണം. നോക്കിക്കേ, ഇവിടെ വിക്ക് വന്നിട്ടുണ്ട്, ഇവിടെ വിക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, റെക്റ്റാങ്കിൾ വരച്ചു തരാം. പിന്നെ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യണേ. പ്രാക്ടീസ് ചെയ്യാതെ അയ്യോ ഇത് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് എടുക്കാം എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ 10-11 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ഒരു ലെവലിൽ എത്തിയത്. അല്ലാതെ പെട്ടെന്ന് പൊട്ടിമുളച്ചൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു വിക്കാണ്, ഈ വിക്കല്ലല്ലോ, ഇതിന് മുമ്പ് നമ്മൾ കാണുന്ന വിക്ക് ഇതായിരിക്കും. ഈ ആയിരിക്കും, ഈ വിക്കായിരിക്കും നമ്മളിവിടെ മുമ്പിൽ കാണാം. ഇതിന് മുമ്പിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കും. നമുക്കത് ലോസ് ആവും. പക്ഷേ ഇവിടെ ട്രേഡ് എടുക്കും, നമുക്ക് വിന്നാവും. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കരുത്, നമ്മൾ വേറെ പെയറിലേക്ക് പോവുക. എവിടെയൊക്കെയാണോ വലിയ വിക്കുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുക. അവിടെ മാർക്കറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് ട്രേഡ് എടുക്കുക. മാർക്കറ്റ് ഓപ്പോസിറ്റ്, ഇതിപ്പോൾ അപ്പിലേക്ക് വന്നിട്ടല്ലേ എടുക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുക, ഡൗണിലേക്ക് എടുക്കുക. ഇനി ഇവിടെയാണ് വിക്ക് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, താഴോട്ട് വന്നു ഇവിടെ വിക്ക് വന്നു, ഇതിൻ്റെ ഓപ്പോസിറ്റ് അപ്പിലേക്ക്, അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിന്നായില്ലേ, ഇതാ ഇവിടെ കിട്ടി, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് വെക്കുന്നെങ്കിൽ, ഈ വിക്കിലാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ ഇവിടെ കിട്ടി. പക്ഷെ നമ്മൾ ഒന്ന് എടുത്താൽ മതി. ഒരു പെയറിൽ ഒരു സമയം ഒറ്റ എടുക്കുക. പിന്നെ നിങ്ങളിങ്ങനെ കറങ്ങി വന്ന് അടുത്തിലേക്ക് വരിക. ഇതാണ്, ഇങ്ങനെയൊക്കെ സ്ട്രാറ്റജികളാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികളാണ്. സിമ്പിളാണെന്ന് തോന്നുകയാണെങ്കിലും ദൈവത്തെ ഓർത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. പിന്നെ നമ്മുടെ ബൈനറി ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം.
നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നു. ബൈനറി ട്രേഡിങ്ങും ഫോറക്സ് ട്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു 70 രൂപ ഇട്ട് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1,00,000 രൂപ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ക്യാപിറ്റൽ 1,00,000 രൂപ വെക്കാം. ഞാനിവിടെ ഒരു 70 രൂപ അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ 70 രൂപ മാത്രമേ ലോസ് ആവുകയാണെങ്കിൽ എനിക്ക് 70 രൂപ മാത്രമേ എനിക്ക് പോകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഫോറക്സ് ട്രേഡ് ആകുമ്പോൾ ഇവിടെ ഞാൻ എത്ര ലോട്ട് എടുത്താലും അത് എൻ്റെ ക്യാപിറ്റലിൽ നിന്നാണ് പൈസ പോവുക. ലോസ് വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കുന്നത് വരെ എൻ്റെ മെയിൻ ക്യാപിറ്റലിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ 1,00,000 രൂപയാണെങ്കിൽ ഞാൻ ഒരു ലോട്ടെടുത്ത് ഞാനിപ്പോൾ ഏകദേശം ഒരു 3,500 4,000 രൂപയ്ക്ക് ലോട്ടെടുത്തു. ലോസ് വരുമ്പോൾ എൻ്റെ ലോസ് വരുന്ന ക്യാപിറ്റലിൽ നിന്ന് വരും. ചിലപ്പോൾ 10,000 20,000 ഒക്കെ ആയിട്ട് ലോസ് ഇങ്ങനെ പോകും. പക്ഷേ ബൈനറിയിൽ ഈ 70 രൂപ വെച്ച് കഴിഞ്ഞാൽ ഈ 70 രൂപയെ പോവുള്ളൂ. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ചാൽ മാത്രമേ അടുത്തത് പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കിട്ടുകയോ പോവുകയോ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഫോറക്സിലും ആയാലും ശരി, ഇന്ത്യൻ മാർക്കറ്റിലായാലും ശരി, ഏത് മാർക്കറ്റിലായാലും ശരി അങ്ങനെയല്ല. നമ്മുടെ ക്യാപിറ്റലിൽ നിന്നായിരിക്കും, നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നായിരിക്കും പൈസ പോകുക എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ബൈനറിയിൽ നമുക്ക് 70 രൂപയ്ക്കും ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പക്ഷേ ഫോറക്സിലും മറ്റേ ബാക്കിയുള്ള സംഗതികളൊന്നും അങ്ങനെയല്ല. എത്രത്തോളം എമൗണ്ട് ഉണ്ടോ അത്രത്തോളം നമുക്ക് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ബൈനറിയിലായാലും ശരിയാണ്. പക്ഷേ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ലോസ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബൈനറി ട്രേഡിങ്ങിലാണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലതും ബൈനറി ട്രേഡിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രാക്ടീസും ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണ് ഇത് ഏതായാലും, ഫോറക്സ് ആയാലും ശരി, ബൈനറി ആയാലും ശരി, സ്റ്റോക്ക് ആയാലും ശരി, എന്തായാലും ഇനിയിപ്പോൾ ചായ കച്ചവടമായാലും ശരി, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റായിട്ട്, ഇപ്പോൾ ചായ നല്ലതല്ലെങ്കിൽ ആരെങ്കിലും വരുമോ, അത് നന്നായിട്ട് പല പ്രാവശ്യം അത് അടിച്ച് അതിൻ്റെ മധുരവും ഇതും ഒക്കെ കോമ്പിനേഷനൊക്കെ കറക്റ്റാണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് വരുള്ളൂ, അല്ലേ? അതേപോലെയാണ് നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവായി പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്കുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഈ സ്ട്രാറ്റജി നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി മാത്രം മതി. എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കണ്ടാലും ഇപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് ചെയ്താണ്, അല്ലാതെ വേറെ എന്താ പറയുക ഓൾറെഡി ട്രേഡ് ഇട്ടിട്ട് അതിൻ്റെ പകുതിക്ക് വീഡിയോ കൊണ്ടിട്ടിടുന്ന പരിപാടിയൊന്നുമല്ല. ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആണ്. അതിലൊന്ന് ലോസും വന്നു, അത് നമ്മൾ MTG എടുത്ത് വിന്നും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥിതി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് തന്നെയാണ്. ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഒരു ബിസിനസ്സാണ്, ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വേറെ ബിസിനസ്സാണ്. ഇപ്പോൾ ട്രേഡിംഗ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ട്രേഡിംഗ് പഠിപ്പിക്കുന്നതിലാണ് ആൾക്കാർ കൂടുതൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫീസായിട്ടും കാര്യങ്ങളായിട്ടും, ഞാൻ ആരെയും മോശം പറയുന്നില്ല, അങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് അവർ ഒരുപാട് പേര് ഇങ്ങനെ നിലനിൽക്കുന്നത്. പക്ഷേ മായാവി ട്രേഡിങ് ഒരു കാര്യത്തിന് പോലും പൈസ മേടിക്കുന്നില്ല. നിങ്ങളെ പഠിപ്പിക്കുവാനോ VIP ഗ്രൂപ്പിലേക്ക് ചേരുവാനോ അല്ലെങ്കിൽ എന്താ പറയുക പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ഇതിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നിനും പൈസ മേടിക്കുന്നത് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾ 1,25,000 50,000 ഒക്കെ കൊടുത്ത് പുറത്ത് പഠിക്കുന്നത്. ഓക്കെ, അതേ കോഴ്സ് തന്നെ, അതേ കണ്ടൻറ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, പിന്നെ മറ്റുള്ള കോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരാണ് എന്താ പറയുക ട്രേഡിംഗ് കണ്ടുപിടിച്ചത്, എന്താണ് ബാർബറി സിസ്റ്റം, എന്താണ് ആദ്യമായിട്ട് ട്രേഡിംഗ് നടന്നത് എവിടെയാണ്, ഏത് വർഷമാണ്, അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനാണ്. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം മാത്രം എനിക്ക് മതി. അല്ലാതെ ഫണ്ടമെൻ്റൽ ഓഫ് തിയറിയും ഈസ് എ ക്രിയേറ്റർ ഓഫ് അതൊന്നും പഠിച്ചിട്ടൊന്നും എനിക്ക് ഒരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസും ഒരു എലാബറേറ്റുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, ഇത്രയേ ഉണ്ടാവുള്ളൂ. വളരെ ഇതായിട്ട് സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.